വെങ്കടേശ, എന്തോന്നാണ് ഈ കാണിക്കുന്നത്? അണ്ണാച്ചി, അണ്ണാച്ചി இன்னைக்கு கண்டிப்பா வரும் அம்மா கிட்ட പറഞ്ഞത്. അതുപോലെ കറക്റ്റാ വந்தாച്ചി. അയ്യോ, എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? அது வந்து கொய்த்தல்ல அளவுக்கு முடிஞ்சாச்சு. ஆனா நம்ம கண்டத்துல தண்ணி ரொம்ப கம்மி. தென்னை மரத்துல வர மாட்டாச்சு. நம்ம பூவம் கோயிலே அந்த தலையில சோப்பு பூ இருக்கிற அதுல குறுக்கம் பிடிச்சாச்சு. ரொம்ப கஷ்டம். நம்ம தோட்டுங்கிற பாஸ்கரன் பசு நம்ம கண்டத்துல வந்தாச்சு. நான் பசுவை தள்ளி பாஸ்கரன் என்ன தள்ள வந்தது நான் ஒரு கழிஞ்சு. நம்ம அதிகாரி மகள கல்யாணம் ரொம்ப கேமமாச்சு. நான் தான் போய் காய்கறி எல்லாம் நுறுக்கி கொடுத்தேன். ஆனா அந்த പയ്യൻ ഒറ്റ അടിക്കുന്ന വിശേഷങ്ങൾ പറഞ്ഞാൽ നീ ശ്വാസം മുട്ടി ചത്തുപോകില്ലേ? ഇല്ല അണ്ണാച്ചി, എന്നാ എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ വരുമ്പോ നീ എന്ത് ചെയ്യായിരുന്നു? എങ്ങനെ പോയാ പണി തീർക്ക്. വിശേഷങ്ങൾ പറയാൻ നീ സമയമുണ്ടല്ലോ. ஆனால் இந்த பையன் சரி இந்தாங்க சாதிங்க. ചോദിക്കാൻ പോയതാ ഇപ്പൊ അബദ്ധായ. മോളെ, എന്താച്ചാ എത്രയും വൈകിയേ? സ്കൂൾ കാര്യം ശരിയായോ? എല്ലാ വാതിലുകളും ശക്തിയായി തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യില. ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായി? നീ എന്താ പറഞ്ഞത്? ഇന്ന് ഉറപ്പായിട്ട് എത്തും ഞാൻ പറഞ്ഞില്ലേ? ഞാനും അത് പറഞ്ഞു. ഞാനാ പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു. വെങ്കടേശൻ ഇത് തന്നെ പറഞ്ഞു. ഈ ഒരു വാചകം എല്ലാരും കാണാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കൊരു ചായ ആരായിരുന്നത്? ചായ എപ്പോ എടുത്തിട്ട് വരാം. എന്താ അത്? പൂതപ്പാട്ട് എവിടെ? പൂതപ്പാട്ടോ? ഈശ്വര, ഇത്തവണയും മറന്നോ? ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. മോളെ, NBS-ലും DC-ലും കറണ്ടിലും ഒക്കെ അന്വേഷിച്ചു. ഒരിടത്തും കിട്ടാനില്ല. ഭയങ്കര ഡിമാൻഡാ പുസ്തകത്തിന്. നുണ പറയണ്ടച്ചാ. നുണയല്ല. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാ മറ്റുള്ളവരുടെ കവിത? മോള് തന്നെ ഒന്നാം തരട്ട് കവിത എഴുതുമല്ലോ. എനിക്ക് കേക്കണ്ട. ഞാൻ മറന്നു പോയതാ മോളെ, സോറി. അയ്യോ, ഇവറ്റകളെ കൊണ്ട് വളി നടക്ക മുടിയാതായി. കൊല്ലുന്നപ്പോ തൊടരുത് വെങ്കടേശ. തന്നോട് പറഞ്ഞ എന്റെ പ്രാവുകളെ തൊടരുതെന്ന്. കാലാകെ അസിംഗം മാറ്റമ്മ. അതുകൊണ്ട് ഇതിക്ക് ദൂരെ പോയി വെഞ്ഞൂടെ? അടിച്ചാ തന്റെ തലമണ്ട ഞാനും അടിച്ചു പൊട്ടിക്കും. എന്തല്ലയാ? എന്താ വെങ്കടേശ കേട്ടാച്ചി, இந்த கொலாயும் அடுக்களி இந்த முற்றும் பூரா அசிங்கமா இருக்குது. நான் இந்த புறாக்களை தொட்ட என் தலை அடிச்சடிச்சிருன்னு சொல்றது. ഇവൾ അത്രയ്ക്കായോ? ആയി. എന്റെ പ്രാവുകളെ ആര് തൊട്ടാലും തൊട്ട ആളിന്റെ കൈ തല്ലി ഒടിക്കും ഞാൻ. അണ്ണാച്ചി, ഇவ்வளவு തീവ്ര? വെങ്കടേശ, നീ അകത്ത് പോയി ഒരു പിച്ചാത്തി എടുത്തോണ്ട് വാ. നമുക്ക് രണ്ടും നീളത്തിനൊക്കെ തട്ടാം. ആമയല്ല, മുയല്. കത്തി എടുത്തിട്ട് വാ. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്ന അടി നീ ഒരു മണ്ടിയ. അല്ലല്ല വെങ്കടേശ, ഈ പ്രാവിനെല്ല ഇങ്ങോട്ട് പിടിച്ച് കഴുത്തങ്ങോട്ട് പിരിച്ച് പപ്പ് പൂടൊക്കെ പറിച്ച് കളഞ്ഞ് പലയിലോട്ട് അങ്ങോട്ട് വെച്ച് കിറ്റിക്കിറ്റാ അങ്ങോട്ട് അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും മസാലയും മസാല പോട്ട് ரொம்ப പ്രമാണം. അല്ല, ഇത് തിളച്ച എണ്ണക്കകത്തോട്ട് അങ്ങോട്ട് ബ്ലിങ്ങിട്ട് ഇളക്കിയ. ഒന്ന് നിർത്തച്ചാ. ഈ പാവം പ്രാവുകളെ പറ്റി എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? അയ്യോ മോളെ, പ്രാവർത്തിക്ക് നല്ല രുചിയാ. പ്രാവർത്തി ഞങ്ങൾക്കും വേണം. വാ എല്ലാവർക്കും ഇറച്ചി തരാം. ദേ അച്ഛാ, ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ചീട്ടുകളിയൊന്നും വേണ്ട കേട്ടോ. അതെന്താ, ഈ ഏരിയ ചീട്ടുകളി നിരോധന മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന് പാടത്ത് പോണം, ബ്ലോക്ക് ഓഫീസിൽ പോണം. ഒരു 100 കൂട്ടം ജോലികളുണ്ട്. അത് അച്ഛനല്ലേ തീരുമാനിക്കേണ്ടത്, നീയാണോ? ഒരു പെണ്ണെ കിടന്ന് പ്രസംഗിക്കാതെ കുറച്ച് അരി കൂടുതലുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഞങ്ങൾ 3-4 പേര് കാണും. കുടിക്കാൻ വെള്ളം പോലും തരില്ല. ഞാൻ തരാം, നിങ്ങൾ പോയി കളിച്ചോ. കാണാം. നിനക്ക് വേറെ ജോലിയില്ലേ? ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കോന്തന്റെ കൂടെ കെട്ടിച്ചയക്കണം. അല്ല വൈദ്യരെ, താൻ എന്നു മുതൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്? മനസ്സിലായില്ല. അല്ല, താൻ ചികിത്സിച്ച ഏതോ രോഗിയുടെ ബന്ധുക്കൾ തന്നെ പൊതുരെ തല്ലീന്ന് കേട്ടു. ആരാത് പറഞ്ഞത്?
ഒന്ന് കേറിയില്ല, അതിനു മുമ്പ് ന്യൂസ് പിടി തുടങ്ങി. എന്നെ ഒരിക്കലും തല്ലിയിട്ടില്ല. തല്ലി തല്ലി താനിങ്ങനെ വായി പൊളിച്ചിരിക്കാതെ ഒന്ന് പോയി കുളിച്ചേച്ച് പാടോ. ഇയാള് പോയതിന് ശേഷം ചീട്ടുകളി നടന്നിട്ടില്ല. കൈ ചൊറിയുന്നു കളിക്കാൻ. ഞാൻ എന്താ വരുന്നു. വേഗം വരണേ, സായിപ്പ് അമ്പലവഴങ്ങി ഇപ്പൊ എത്തും. കമ്മിറ്റി അംഗങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞാൻ അവതരിപ്പിച്ച കണക്കുകളൊക്കെ കീർത്തി വരും. അല്ല, ആരോ പറയുന്നത് കേട്ടു, നെടുങ്ങാടി കള്ളക്കണക്ക് എഴുതി കാശുകെതിരായിട്ട് ആളുകൾ പരാതി പറഞ്ഞെന്ന്. ഓഹോ, അല്ലെങ്കിലും ഈ പദവിയിലിരിക്കുന്ന ആളുകളെ ബഹുമാനിക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ല. കാരണം ഇന്ത്യക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ല. ഡിസിപ്ലിൻ നമ്മൾ ഇംഗ്ലീഷുകാരെ കണ്ട് പഠിക്കണം. സായിപ്പേ, വെടിവെപ്പൊക്കെ എങ്ങനെ നടക്കണു? മൂപ്പരുടെ ഉണ്ട തീർന്നു. ഒരു വെടിക്കുള്ള ഉണ്ട എപ്പോഴും എന്റെ തോക്കി കാണും. ആ ഉണ്ട സ്വന്തം നെഞ്ഞത്തേക്ക് വെച്ച് താങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞതാ. ഇന്ത്യക്കാരന്റെ വേറൊരു സ്വഭാവം എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടുക. ബ്രണ്ടൻ സാഹിബ് എപ്പോഴും പറയും, യുവർ ലിബർട്ടി എൻഡ്സ് വെർ മൈ നോസ് ബിഗിൻസ് എന്ന്. എന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് നിന്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. ആ മൂക്ക് ഇടികൊണ്ട് ചമ്മന്തിയാവുമെന്ന് കണ്ടപ്പോഴാ സായിപ്പന്മാർ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ബ്രിട്ടീഷുകാർ പോയത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഇവിടുത്തെ അധികാര കൊതിയന്മാര് സ്വയം ഭരിച്ചു കൊലയട്ടെന്ന് അവർക്ക് തീരുമാനിച്ചു. അയ്യടാ, പിന്നെ നിന്നിരുന്നെങ്കിൽ അവന്റെയൊക്കെ ശവം ഇവിടുന്ന് പാർസൽ അയക്കേണ്ടി വന്നേ. ഇരിക്കൂ. 40 കൊല്ലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ എന്തോന്നാണോ ഇതൊരുമാതിരി കൊച്ചുപിള്ളാരെ പോലെ. സ്വാതന്ത്ര്യ സമരത്തെ അധിക്ഷേപിച്ച സംസാരിക്കാൻ എനിക്ക് സഹിക്കില്ല. വേണ്ട. 36 കൊല്ലം ബ്രിട്ടീഷുകാർ ഉപ്പും ചോർന്നു എന്നുള്ളതാണ്. അവരെ വിമർശിക്കുന്ന എനിക്ക് സഹിക്കില്ല. എന്നാ പിന്നെ താങ്കൾ പോണോ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനിരിക്കുന്നു. ഫോട്ടോ എടുത്തച്ചാ, നിങ്ങൾ ചീട്ടിട്ട് എടുത്തച്ചാ. തനിപ്പിടിയല്ലേ? തനിപ്പിടി അല്ലേ? ആ, തനിപ്പിടി. പക്ഷെ താൻ ആദ്യം കാശ് കാണിക്കണം. കാശുണ്ട്, കാണിക്കൂ. അതെന്താ, എന്നെ അത്രയ്ക്ക് വിശ്വാസല്ലേ? ഇല്ല. അവസാനം കടം പറയാനും അടിപിടി ഉണ്ടാക്കാൻ പറ്റില്ല. അമ്പലം വിഴുങ്ങി. ദേഷ്യം പിടിപ്പിക്കല്ലേ? താൻ പൈസ കാണിക്കണോ? നല്ല പരിപാടിയാണല്ലോ മനുഷ്യനെ. ഇതുപോലെ ആരെങ്കിലും കള്ളക്കളി കാണിച്ച് പിടിച്ചാൽ 5 മേശ. അതുപോലെ. അതിനാരവിടെ കള്ളക്കളി കളിക്കുന്നത്? താൻ തന്നെ. എങ്ങാനും കടം പറയാൻ ശ്രമിച്ചാൽ തന്റെ ഉടുപ്പ് ഉരുടെ വെക്കും. വെങ്കടേശ, ആരും കൈമാറി എടുക്കരുത്. അവനോന് വിളിച്ചതല്ലേ അവനോന് കിട്ടും. വൈദ്യരുടെ വിളി. 14. ഞാനൊരു വിട്ടു. ഞാനും വിട്ടു. എന്നടാ ജി? എടുത്തോണ്ട് വാ. ഇല്ലേ? തീർന്നു പോച്ചി. തീർന്നോ? തീർന്ന വാങ്ങിച്ചു വെക്കണ്ടേ വെങ്കടേശ? ഒരു കാര്യം ചെയ്യ്, പോയി വാങ്ങിച്ചോണ്ട് വാ. പോയി പാക്കട്ടോ. പാകം ഒന്നും വേണ്ട. ഇളനീരിപ്പില്ലേ? ഇരിക്കണേ വെട്ടി. അവന്റെ കാര്യം മോൾ അറിയരുത്. ഈ ഇളഞ്ഞിൽ വെട്ടറാ? വെട്ടണല്ല കരുതേ. അത് നൂറ്ററാ. ശരി, ഇറക്ക്. എന്ത് ഇറക്കം? ആറ് അവർക്ക് കാണട്ടെ. കാണട്ടെ. കാണണോ? അയ്യോ, തള്ളിപ്പോയല്ലോ. എന്തേ? ചുമ്മാ. എന്താ വേണ്ടേ? കുപ്പി ഇല്ല, സഞ്ചി. സഞ്ചി എന്തിന്? നമ്മ വൈദ്യരെ വീട്ടിൽ പോறதுக்கு. സഞ്ചിയോ? ஆமா. സഞ്ചി ഇല്ലാതെ ചെന്നാ വൈദ്യരുടെ വീട്ടിൽ കയറ്റില്ലേ? அப்படி இல்ல, நம்ம அண்ணாச்சிக்கு பயங்கர சுமை. அப்ப வைத்தியரை வீட்டு போய் கஷாயம் வாங்குறதுக்கு. കഷായം സഞ്ചിയിൽ വെച്ചോണ്ട് വരുവോ? அப்படி இல்ல, கஷாயம் குப்பியில வாங்கி குப்பி சஞ்சியில வச்சு வர்றதுக்கு. വേല ഇറക്കല്ലേ വെങ്കടേശ. வேலையா? സ്ഥലം വിട്ടോ. സ്ഥലം വിടുന്നതാ തനിക്ക് നല്ലത്. அப்ப அண்ணாச்சி சுமை? ചുമച്ച് വയ്യാതാവുമ്പോ കഷായം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. சரி, போதும். നെടുങ്കാടിയേ, പൊട്ടിയിലോ? 13 വിളി. പൊട്ടി പൊട്ടി. വൈദ്യരെ കയ്യൊന്ന് കാണിച്ചേ. എടോ താൻ കയ്യൊന്ന് കാണിച്ചേ. എടോ താൻ കയ്യൊന്ന് കാണിക്കോ. താൻ പൊട്ടിയടോ. എടോ കൈ കാണില്ലോ. ഇതെന്തോന്നാ ഇത്?
ഡയമണ്ട് ഏഴാം കൂലി. എന്റെ ഡയമണ്ട് കള്ള വെട്ടി വെട്ടിയ പെരുങ്കള്ള. ഇതേ വെറുതെ തോന്നാസം പറയുന്നത് ഞാനല്ല വെട്ടിയത്, എഴുത്തച്ഛനാ. ഞാനാണ് വിട്ടത്. ആ. ഞാനല്ലോ വിട്ടത്. അല്ല. ഓപ്പ് കളി. ഉരുളോ, ഉരുളോ. ആയി, താൻ കള്ളനെ ഉടുപ്പൂട്, ഉടുപ്പൂട്. ഇന്ന് നിന്നെ ഉടുപ്പൂട്. കളി എന്ന് പറഞ്ഞാ തല്ലുള്ളി വെച്ചിട്ട് തുടങ്ങി. എന്റെ ഡയമണ്ട് വെട്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഒന്നും പറയണ്ട. 5 പൈസ കൊടുത്താൽ മതി. മേശയിലെ കസാല കൊടുക്ക. 5 പൈസ. അത്ര അച്ഛാ. അടുത്ത വീട്ടിലൊക്കെ ആളുകളുണ്ട്. എല്ലാരും കേക്കട്ടെ, എന്റെ ഡയമണ്ട് കള്ളം വെട്ടിയത്. എന്നെ കണ്ടാ വിളിച്ചാൽ ഞാനും വിളിക്കും. പോടാ അവിടുന്ന്. എപ്പോ നോക്കിയാലും അടിയും ബഹളം തന്നെ. ഏയ് പ്രശ്നമൊന്നുമില്ല, നെടുങ്ങാടി എന്നെ തെറ്റിദ്ധരിച്ചതാ. മതി കളിച്ചത്. അല്ല മോളെ ചീട്ട്. ചീട്ട് തരില്ല. അല്ല ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തോ ചെയ്യുമെന്ന് പറ. സമാധാനമായിട്ടൊന്ന് കളിക്കാൻ വെച്ചാൽ അപ്പ തുടങ്ങിക്കോളും എല്ലാം കൂടെ. അല്ലാജി മോച്ചി